ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ കിട്ടുന്ന കാഴ്ചകളാണ് നമുക്ക്. കാരണം കാട്ടിന് നടുവിലൂടെയുള്ളൊരു യാത്ര, രണ്ട് ഭാഗം കാടാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ കർണാടക ഗുണ്ടൽപേട്ടൊക്കെ പോകുമ്പോൾ മുത്തങ്ങ കാട് കൂടെ ഒക്കെ പോകുന്നൊരു ഫീലാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, കാരണം അതിനെക്കാട്ടി കുറച്ചും കൂടി വൈബാട്ടോ അത് ശരിക്കും. ഈ ഒരു യാത്ര കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ഒക്കെ താണ്ടി ഇങ്ങനെ പോകാം. നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ ഈ ഒരു നമ്മൾ യാത്രയിൽ തന്നെ വല്ലപ്പോഴൊക്കെ ചിലപ്പം വൈൽഡ് അനിമൽസ് ഒക്കെ കാണാം, ആനയോ കരടിയോ അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് ഒരു മുത്തങ്ങ ആ ഒരു റൂട്ടിനെക്കാട്ടി കൂടുതൽ ഭംഗി തോന്നി ഇതാട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പങ്കുവെച്ചെന്നുള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളി അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ കേട്ടോ. ഈ ഒരു രണ്ട് ഭാഗത്തും ഈ ഒരു കാട്ടിലൂടെ ഒരു യാത്ര, വെറുതെ ഒരു യാത്ര ചെയ്താൽ മതി. കാരണം പുൽപ്പള്ളിയിലോട്ട് നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങാം. വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതിനൊരു മനസ്സിനൊരു കാംനെസ് ഒക്കെ തരുന്നൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ബസ്സിൽ നമ്മൾ സൈഡ് വിൻഡോയിൽ ഇരുന്നിട്ടാണ് ഈ വിഷ്വലും കാര്യങ്ങളൊക്കെ പകർത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അവിടെ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വയനാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാടിൻ്റെ നടുവിലാണുള്ളത്. അതിന് പുറമെ അതിനേക്കാളും പുറമെ ഡീ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. കാരണം കാടിൻ്റെ ഉള്ളിലൂടെ ഒരു റോഡ് പണിതിട്ട് അതിലൂടെയുള്ളൊരു യാത്ര എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാത് ശരിക്കും. കാരണം ചുറ്റിലും ഒരു നിബിഡ വനങ്ങളാണ് ശരിക്കും. നമ്മൾ മുത്തങ്ങ എന്ന് പറയുമ്പോൾ വനം തന്നെയാണ്, പക്ഷെ അത് നമുക്കൊരു ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ഉള്ളോട്ട് പോകുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ട് കാഴ്ചകൾ കാണുന്നത്. ഇത് നമുക്കിവിടെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഇതേപോലെയുള്ള ഒരു വേറൊരു സ്ഥലമാണ് നമ്മളെ തിരുനെല്ലി. ഒരു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടെ ഈ ഒരു യാത്ര എന്നൊക്കെ പറയുമ്പോൾ. ജസ്റ്റ് നമ്മളൊരു വ്ളോഗ് എടുക്കാനോ ട്രാവൽ എന്താ പറയുക വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്ന മാത്രമല്ല, നമുക്ക് വെറുതെ ഒരു യാത്ര, അതിന് തന്നെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ബത്തേരി പുൽപ്പള്ളി റൂട്ട്. ഇത് ഏകദേശം നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് ഈ ചെതലയും ഭാഗത്താട്ടോ ഇത്. കാരണം പോകുന്ന വഴിക്ക് അങ്ങായിട്ട് ചെറിയ ചെറിയ കൊച്ചു ഗ്രാമങ്ങളുണ്ട്, കുറച്ച് മനുഷ്യരൊക്കെ താമസിക്കുന്ന ഏരിയയാണത്. കാരണം കാടിനോട് ചേർന്ന് നിൽക്കുന്ന ആദിവാസി സമൂഹങ്ങളൊക്കെ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ. കാരണം അവർ ഈ ഒരു കാടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ വയനാട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ വയനാട്ടിലുള്ളവർ തന്നെ ശരിക്കും ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണത് ശരിക്കും. ഈ പുൽപ്പള്ളിയിലോട്ട് പോകുമ്പോൾ ഈ ചെതലയം ഭാഗം, പിന്നെ അതുപോലെ നമ്മൾ പോകുന്നൊരു പ്രധാന സ്ഥലമുണ്ട്, അത് നമ്മൾ മുൻകൂട്ടി പറയുന്നില്ല. ആ സ്ഥലം എത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം എന്തായാലും. എന്തായാലും നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണത്. കാരണം കണ്ടില്ല, നല്ല വനങ്ങളും മരങ്ങളും കാടുകളൊക്കെ ഇങ്ങനെ കണ്ട്, വനങ്ങളല്ല വനത്തിലൂടെയാണ് യാത്ര. അപ്പോൾ എന്താ ബ്യൂട്ടി നോക്കിക്കേ, ഒരു വിഷ്വൽ ബ്യൂട്ടി, വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ അടിപൊളിയാട്ടോ. എന്തായാലും നമ്മൾ ഈ ഒരു എടുക്കുന്ന വ്യൂവും നോക്കിക്കേ. കാരണം നമുക്ക് കുറേ ഒരു എന്താ പറയുക ക്യാമറയും അങ്ങനത്തെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ ബസ്സിൽ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് മൊബൈലിൽ പകർത്താൻ നമുക്ക് നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മനസ്സിലേക്കായിരിക്കും എത്തുന്നത്. അതുതന്നെ വലിയ കാര്യമാണത്. ഫുള്ള് റോഡിലൊക്കെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുകയാണ് അങ്ങിങ്ങായിട്ട്. ഏത് നിമിഷവും ഇങ്ങനെ വൈൽഡ് അനിമൽസൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. പക്ഷെ നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മളിത് ഇപ്പോൾ ഇതുവരെയും കണ്ടിട്ടില്ല, ഇനി കാണുമോയെന്നറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങിങ്ങായിട്ട് അവിടെയൊക്കെ ആയിട്ട്. പിന്നെ അടുപ്പിച്ചിങ്ങനെ ഈ കാടിന് ചേർന്നിട്ട് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം വരുന്ന ആളുകൾ ഈ കാട്ടിലേക്ക് മാക്സിമം ഇറങ്ങാണ്ടിരിക്കുക, അപകടം ക്ഷണിച്ച് വരുത്താണ്ടിരിക്കുക. പിന്നെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലക്ഷ്യമായിട്ട് കാടുകളിൽ അങ്ങനത്തെ ഏരിയകളിലൊന്നും വലിച്ചെറിയാണ്ടിരിക്കുക. നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മുടെ തന്നെ ബാധ്യതയാണത്. അത് നമ്മൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കരുത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ ചെയ്യേണ്ട വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതേപടി അത് ഫോളോ ചെയ്തോളൂ. നിങ്ങൾ എന്ത് രസമാണ് നോക്കിയാൽ കാഴ്ചകളൊക്കെ. ഒന്നും നമുക്ക് ഇല്ല, എന്താ വെച്ചാൽ വെറുതെ ഒരു ട്രാവലിങ്, വെറുതെ ഒരു യാത്ര, അത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, കുറേ കാംനെസ് ആണ് നമുക്ക് ശരിക്കും മനസ്സിന്. ബ്യൂട്ടി അല്ലേ ഇത്, കണ്ടില്ലേ? ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, പോരാത്തതിന് ബസ്സിലെ പാട്ടിന് ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, അപ്പുറത്തെ കാടാണ് ശരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ചെറിയൊരു മഴ, ചെറിയൊരു തണുപ്പ്, അതൊക്കെ കൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തന്നെ ഭയങ്കര ഭംഗി. അപ്പുറത്ത് ഏറുമാടം കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫോറസ്റ്റുകാരും പിന്നെ ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്.
കാട്ടിൻ്റെ ഉള്ളിൽ, ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത്. സാധാരണ നമ്മൾ ഈ കാടിനോട് ചേർന്ന റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ ഇവർ കാട്ടിൽ ചേർന്ന്, അതായത് ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് ഇവിടെ ആളുകൾ താമസിക്കുന്നത്. ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ചിലപ്പോൾ അതുവരെ ഈ ആന ചവിട്ടി അത് തള്ളി അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ തള്ളിയിടാറുണ്ട്. പക്ഷെ എന്നാലും ഇവർ ഇവിടെയാണ് താമസിക്കുന്നത്. എത്ര സുരക്ഷിതത്വം ഉണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ. എന്നാലും നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നോക്കിക്കേ, അതായത് തൊട്ട് മുന്നിൽ ആനയായിരിക്കും ഉണ്ടാവുക, നമ്മളൊക്കെ എണീച്ച് നോക്കണം. അങ്ങനെ നമ്മൾ പുൽപ്പള്ളി എത്തി കേട്ടോ. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡാണിത്. അവിടുന്ന് നമ്മൾ പോയത് നേരെ കാപ്പിക്കുന്ന് എന്ന ഭാഗത്താണ്. ഞാൻ നേരത്തെ പറയാൻ ബാക്കി വെച്ചിരുന്ന സ്ഥലമാണിത്. ഒരു അടിപൊളി സ്പോട്ടാണ്, അടിപൊളി സ്പോട്ടാട്ടോ. ഇത് ശരിക്കും ഒരു ഷൂട്ടിംഗ് സ്പോട്ട് തന്നെയാണ്. ഒരുപാട് റീൽസിലും വ്ളോഗ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്തായാലും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് താമസിക്കാൻ തോന്നുട്ടോ, അത്രയും ഭംഗിയാണ്. ശരിക്കും ഒരു എന്താ പറയുക, കാടിനോട് ചേർന്നിട്ട് അധികം ബഹളം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു വേറൊരു ലോകമാണ് ശരിക്കും. ഒരു ഹെവൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് ശരിക്കും ഇവിടെയൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ ഭംഗി നോക്കിയാൽ. ഇവിടെ ശരിക്കും ഈ ഒരു ഭാഗത്തേക്കുള്ള ഒരേ ഒരു വണ്ടിയേ ഉള്ളൂ, നമ്മളെ പുൽപ്പള്ളിയിൽ നിന്നൊക്കെ വരുന്നത്. ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും 1 മണിക്കൂർ ഗ്യാപ്പിലാണ് ബസ് ഉള്ളത് ഈ ഒരു കാപ്പിക്കുന്ന് ഭാഗത്തേക്ക്. കണ്ടില്ലേ, ഫോറസ്റ്റ്, അതായത് ഫോറസ്റ്റ് ഏരിയ ആയിരുന്നാൽ പോലും ഇവിടെ ആനകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എന്നിരുന്നാലും എന്താ ബ്യൂട്ടി നോക്കിയേ. കാരണം കാട്ടിലൂടെ ഇങ്ങനെ അധികം നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അവിടെ ഫോറസ്റ്റ് ചെക്കിങ് പോസ്റ്റും കാര്യങ്ങളും പോസ്റ്റൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം. നമ്മളവിടെ പോകുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിഷ്വൽ കാണുക, നമുക്ക് പകർത്താനുണ്ടെങ്കിൽ റീലൊക്കെ എടുത്ത് വരാം. അതിന് പുറമെ നമ്മൾ ഡീപ്പ് ഫോറസ്റ്റിലേക്കൊന്ന് പോകാണ്ടിരിക്കുക. ഇത് കണ്ടില്ലേ, ഒരു ചെറിയൊരു ഇൻ്റർലോക്ക് പതിച്ച റോഡാണ്, ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നല്ല ഭംഗിയാട്ടോ, എന്ത് രസമാണത്. ഒന്നും പറയാനില്ല. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ താമസിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എന്തോ ഒരു ഫീലാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടിപൊളി അടിപൊളി, ഒന്നും പറയാനുള്ളത്. കാരണം നമ്മുടെ വയനാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അഭിമാനമാണ്. കാരണം വയനാടിൽ ഇങ്ങനത്തെ ഒരു സ്പോട്ട്, അത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്പോട്ട്. അപ്പോൾ ഇതിലൂടെ ജസ്റ്റ് ഒരു യാത്ര ചെയ്ത് നോക്കിയേക്കെ. ആ ഒരു നിങ്ങളുടെ പോകാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. അത് തന്നെ ഒരു വേറെ വൈബായിരിക്കും, ആ ഒരു മനസ്സിനുണ്ടാകുന്നൊരു സംതൃപ്തിയും കാര്യങ്ങളൊക്കെ. കാരണം ഇത് ശരിക്കും ആദിവാസികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ ഇവിടെയൊക്കെ. കാരണം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആദിവാസികളുടെ കോളനിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളതിൻ്റെ പുറമേ നിന്നുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുള്ളത്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല കേട്ടോ. അമ്മൊരു വ്യൂ ആണത്. ഒരിക്കലെങ്കിലും ഒന്ന് ഇവിടെ വന്ന് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണത് ശരിക്കും. കണ്ടില്ലേ എന്താ ബ്യൂട്ടി നോക്കിയേ. ഒന്നും പറയാനില്ല ശരിക്കും, നമുക്ക് പറയുമ്പോൾ വോയിസൊക്കെ തെറ്റിപ്പോവാണ് ശരിക്കും. അടിപൊളി അടിപൊളി, വേറെ ഒന്നുമില്ല, വാക്കുകളില്ല. ഏകദേശം പുൽപ്പള്ളിയിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 രൂപയ്ക്ക് നമുക്ക് ഇവിടെ എത്താം. ഇവിടെ എത്തിയിട്ട് ഈ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു മടങ്ങാം. കാരണം അതിന് എൻഡ് വരെ ഈ ഒരു ഇൻ്റർലോക്കും കാര്യങ്ങളാണ്. അങ്ങനെയായിട്ട് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ യാത്രയിൽ ഒരു പ്രത്യേക ഫീലിനായിരിക്കും. കാരണം നമ്മളവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് മാത്രം പകർത്തിയൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷ്വൽ കാണുന്നത് ശരിക്കും. കണ്ടില്ലേ, ഒരു മരം കണ്ടില്ലേ, ആളുകളൊക്കെ ഉണ്ട് അപ്പുറത്ത്. പശുവിനൊക്കെ മേയിച്ചുകൊണ്ട് ഗ്രാമത്തിലെ ആളുകളൊക്കെ. ഇതൊരു ഫെൻസിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. ഇവിടെയാണ് കോളനി ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ശിവക്ഷേത്രമാണ് കാപ്പിക്കുന്ന് ഭാഗത്തുള്ള. ഇതും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറുമ്പോൾ ചീവീടുകളുടെ സൗണ്ട് ആയിരിക്കും നമുക്ക് ചുറ്റും കേൾക്കുക. നമുക്ക് ഉണ്ടല്ലോ അടിപൊളി വ്യൂ കേട്ടോ. കാട്ടിലെ നടുവിലൊരു അമ്പലം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരുപാട് വർഷം പഴക്കമുള്ളൊരു അമ്പലമാണിത്. അതിപ്പം പിന്നെ നവീകരിച്ചിട്ട് ഈ ഒരു ഇതിലേക്ക് ആക്കിയതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് വൈകിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചുറ്റിലും ആളുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മളൊരു വിഷ്വൽ എടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു പോക്കിന് നമ്മളെന്തായാലും അമ്പലത്തിനെ കുറിച്ചും ഉൾക്കൊള്ളിക്കും നമ്മൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറയാത്തത്. പക്ഷേ അവിടെ സ്പോട്ട് അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ. കാരണം ചുറ്റിലൊന്നുമില്ല, ഫുൾ കാട് മാത്രം. നമ്മൾ വണ്ടികളുടെ ബഹളങ്ങളോ മറ്റേ ആളുകളുടെ ജനപ്പെരുപ്പോ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഒരു ശാന്തി, ആ ഒരു അവസ്ഥയിലാണ്. അടിപൊളിയായിട്ട് എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ വന്നു പോകുക ആളുകൾ.
അവിടെ കണ്ടില്ലേ കുറേ രണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ അവർ സാധനം എന്തോ വാങ്ങിക്കാൻ പോവുകയാണ് തോന്നുന്നത് ഇവിടുത്തെ ആളുകൾ. അതിൻ്റെ കൂടെ ഒരു മഴയും കൂടി വരുമ്പോഴേ ഒന്ന് വേറെ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു. എന്തായാലും മനസ്സിന് വളരെ സംതൃപ്തി കിട്ടിയ ഒരു യാത്രയാണിത്. എല്ലാ യാത്രയും ഇതേപോലെ തന്നെ സംതൃപ്തി ഉണ്ട്, പക്ഷേ ഇതിന് പ്രത്യേക ഒരു സുഖമുണ്ട്, ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട്. നാം വേറെയാണ്. കാരണം ഒന്നുമില്ല, നമ്മൾ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും കിടക്കില്ല, ഒരു കാട്ടിന് ചുറ്റും ഇങ്ങനെ പോയിട്ടുള്ളൊരു ഫീലാണത്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കൊരു പ്രത്യേക ഒരു സുഖമുണ്ട് എനിക്ക് പേഴ്സണലി കേട്ടോ. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഞാനിവിടെ തന്നെ കുറേ അടിപൊളി പറഞ്ഞിട്ടുണ്ടാവും, കുറേ എന്താ പറയുക അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പറയുന്നത് അത്. അപ്പം ഒന്ന് ക്ഷമിക്കുക, കാരണം കുറേ വാക്കുകൾ ഇങ്ങനെ ഒരേ വാക്കനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത് വീഡിയോ കാണുന്ന ആളുകളൊക്കെ അതൊക്കെ പൊറുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ആളുകൾ വരുമ്പോൾ നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരിക. അലക്ഷ്യമായിട്ട് ചപ്പുചവറുകളും മറ്റു കാര്യങ്ങളൊക്കെ വലിച്ചെറിയാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ തിരിച്ച് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലമായിട്ട് കാണാം നമുക്ക്.